സിറിയയ്ക്കെതിരെയും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. കൂടുതൽ മേഖലകളിലേക്ക് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായിരുന്നു. 10 വർഷത്തിനിടയിൽ സിറിയ നേരിട്ട ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസവും നടന്നത്. അതിശക്തമായ സ്ഫോടനങ്ങളായിരുന്നു ഇസ്രായേൽ സിറിയയിൽ നടത്തിയത്. സ്ഫോടനത്തിന്റെ ശക്തി ഭൂകമ്പത്തിന് തുല്യമായിരുന്നു എന്നായിരുന്നു പിന്നീട് അധികൃതരും പറഞ്ഞത്. ഭൂകമ്പം അളക്കുന്ന റിക്ടർ സ്കെയിലിൽ പോലും ഈ സ്ഫോടനത്തിന്റെ തോത് രേഖപ്പെടുത്തിയിരുന്നു. അത്രത്തോളം ശക്തമായിരുന്നു ഈ ആക്രമണം എന്നാണ് സിറിയൻ അധികൃതരും വ്യക്തമാക്കുന്നത്. സിറിയയിലെ തീരദേശ മേഖലയായ ടോർട്ടസ് ലക്ഷ്യമിട്ടായിരുന്നു കൂടുതൽ ആക്രമണങ്ങളും നടന്നത്. സിറിയയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും എല്ലാം ആക്രമണത്തിൽ തകർന്നു. സിറിയയിലെ തീരദേശ മേഖലകളിൽ 2012 ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് നടന്നതെന്നാണ് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന മനുഷ്യാവകാശ സംഘടന ചൂണ്ടിക്കാണിക്കുന്നത്. സ്ഫോടനത്തിന്റെ തോത് റിക്ടർ സ്കെയിലിൽ 3.0 രേഖപ്പെടുത്തിയിരുന്നു. ഇസ്രായേൽ ആക്രമണം നടത്തിയ സ്ഥലങ്ങളിൽ വൻതോതിൽ ആയുധങ്ങൾ സംഭരിച്ചിരുന്നു എന്നാണ് സ്ഫോടനത്തിന്റെ ശക്തി സൂചിപ്പിക്കുന്നത്. അതിശക്തമായ തോതിൽ സ്ഫോടനം നടക്കുന്നതിന്റെയും മറ്റും ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്.